നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അവസാനിച്ചെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വിവാദങ്ങളും അവസാനിക്കുന്നില്ല. അർജൻറ്റീനയ്ക്കെതിരെ ബ്രൈൽ എംബോളോക്ക് റെഡ് കാർഡ് കൊടുത്തത് വലിയ രൂപത്തിലുള്ള വിവാദമായിരുന്നല്ലോ. സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളിയിലാണത് സംഭവിച്ചത്. അന്ന് സ്വിസ് കോച്ച് വലിയ രൂപത്തിൽ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റഫറിയുടെ തെറ്റായ നടപടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ആദ്യം അർജൻറ്റീന താരത്തിനാണ് റഫറി യെല്ലോ കാർഡ് കൊടുത്തത്. പിന്നെയാണ് അതൊരു സിമുലേഷനാണ്, ബ്രൈൽ എംബോളോയുടെ സിമുലേഷനാണ് എന്ന് വാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം മോണിറ്ററൊക്കെ ചെക്ക് ചെയ്തിട്ട് റഫറി തിരിച്ചറിയുകയും എംബോളോക്ക് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുത്തത് റെഡ് കാർഡാക്കി പറഞ്ഞു വിടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇവിടെ വാറിൻ്റെ നടപടി, റഫറിയുടെ നടപടി ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു എന്നാണ് ഇഫാബ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതായത് അത്തരം സന്ദർഭങ്ങളിൽ അത് ഐഡൻറ്റിറ്റി മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ ആ അർജൻറ്റീന താരത്തിന് കൊടുത്തിരിക്കുന്ന യെല്ലോ കാർഡ് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. പക്ഷേ ആ സംഭവം ഇറ്റ്സെൽഫ് റിവ്യൂ ചെയ്യേണ്ട കാര്യം അതിലില്ല. കാരണം ഇത് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൂടിയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. സോ അത്തരം ഒരു നീക്കത്തിലേക്ക് റഫറി പോയത് തെറ്റായ ഒന്നാണ് എന്ന തരത്തിലാണ് ഇഫാബിൻ്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഫിഫ സ്വാഭാവികമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ടി വരുമല്ലോ. കാരണം ഇഫാബ് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഫിഫ പെടും. അപ്പോൾ ഫിഫ വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഫിഫ അവരുടെ ഒഫീഷ്യൽ മീഡിയയിൽ തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ പറയുന്നത് ഫിഫ ലോകകപ്പിലുടനീളം ആളുമാറി നടപടിയെടുക്കുന്നതിനെക്കുറിച്ച്, അതായത് മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി നടപടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഫിഫയുടെ വ്യാഖ്യാനം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എതിർ കളിക്കാരൻ്റെ വ്യാജ അഭിനയം മൂലം മഞ്ഞക്കാർഡ് നൽകേണ്ട ഫൗൾ ചെയ്തതായി ആളുമാറി തെറ്റിദ്ധരിക്കപ്പെട്ട 2 സംഭവങ്ങൾ ഉണ്ടാവുകയും വസ്തുതാപരമായി ആ തെറ്റ് തിരുത്താൻ VAR റഫറിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എതിരാളിയുടെ വ്യാജ അഭിനയം മൂലം ഒരാൾക്ക് മഞ്ഞക്കാർഡ് കിട്ടുക, അല്ലെങ്കിൽ കൂടാതെ രണ്ടാം മഞ്ഞക്കാർഡ് വാങ്ങി പുറത്തു പോകുന്നതിനോ, അല്ലെങ്കിൽ തുടർച്ചയായ മഞ്ഞക്കാർഡുകൾ, അക്യുമുലേറ്റഡ് മഞ്ഞക്കാർഡുകൾ കാരണം മത്സരത്തിൽ നിന്ന് വിലക്ക് നേരിടുന്നതിനോ വഴിതെളിക്കുന്ന തരത്തിലുള്ള അച്ചടക്ക നടപടിയൊന്നും എതിർ കളിക്കാരനെതിരെ നൽകാൻ പാടുള്ളതല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് റഫറിയുടെയോ VARൻ്റെയോ തെറ്റായി ഞങ്ങൾ കരുതുന്നില്ല. ഈ തീരുമാനം നീതി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇഫാബ് സർക്കുലറിൽ നൽകിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ തുടക്കം മുതൽ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഈ വ്യാഖ്യാനം സാധുവാണെന്നും അത് നന്നായി അംഗീകരിക്കപ്പെട്ടുവെന്നും കഴിഞ്ഞ AGMൽ ചർച്ച ചെയ്തതുപോലെ VAR പ്രോട്ടോക്കോളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഭാഗമായി ഇത് മാറുമെന്നും അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഫിഫയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് ദി സിമുലേഷൻ ഇറ്റ്സെൽഫ് കനോട്ട് ബി ഡിസ്പ്യൂട്ടഡ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ ഡിസിപ്ലിനറി സാങ്ഷൻ എഗെയിൻസ്റ്റ് ആൻ ഓപ്പണൻറ്റ് ദാറ്റ് മേ ദെൻ ലീഡ് ടു ഫർദർ കോൺസിക്വൻസസ് സച്ച് ആസ് സെൻഡിങ് ഓഫ് ഫോർ എ സെക്കൻഡ് യെല്ലോ കാർഡ് ഓർ എ മാച്ച് സസ്പെൻഷൻ ഫോർ അക്യുമുലേറ്റഡ് കോഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് എതിർ താരത്തിന് യെല്ലോ കാർഡ് കിട്ടുന്നത് ഒരാളുടെ അഭിനയം മൂലം അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിച്ചതെന്ന് പറയുന്നു. വി ഡു നോട്ട് കൺസിഡർ ദിസ് ടു ഹാവ് ബീൻ എ റഫറി ഓർ വാർ എറർ ആൻഡ് ദി ഡിസിഷൻ റീസ്റ്റോർഡ് ജസ്റ്റിസ് എന്നുകൂടി, നീതി പുനഃസ്ഥാപിക്കുകയാണ് റഫറി ചെയ്തത് എന്നുകൂടിയാണ് ഇപ്പോൾ ഫിഫയുടെ ഒരു വാദം. ഏതായാലും ഇതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. റഫറി തന്നെ, അന്നത്തെ റഫറി പിനിയോടെ തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അറ്റ് ദി മൊമെൻറ്റ് ആ സംഭവം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അർജൻറ്റീനൻ പ്ലെയർ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്തു എന്നാണ്. ഞാൻ അങ്ങനെയാണ് കരുതിയത്. അയാൾക്കൊരു യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. ഹവർ വാർ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. സോ അവിടെ ഒരു ഫൗൾ ഉണ്ടായിട്ടില്ല, മറിച്ച് മറ്റേ താരം ഫൗള് സിമുലേഷൻ നടത്തുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു ഫൗൾ ഇല്ല എന്ന് തന്നെയാണ്. സോ ദർ വാസ് സിമുലേഷൻ. അപ്പം അതൊരു സെക്കൻഡ് യെല്ലോ കാർഡായിട്ട് മാറുകയാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് യെല്ലോ കാർഡിൻ്റെ കാര്യമാണെങ്കിലും ഡിസിഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. ദാറ്റ്സ് വൈ ഇറ്റ് വാസ് എ ചേഞ്ച് ദാറ്റ് ഫിഫ ഇൻട്രൊഡ്യൂസ്ഡ്. ഞാൻ വിചാരിക്കുന്ന ഈ ചേഞ്ചുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗെയിമിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ളതാണ്. സോ ഒരു എക്സലൻ്റ് ഇമ്പാക്റ്റ് ഈ ചേഞ്ചുകൾ റഫറീസിൻ്റെ മേലെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഗെയിം നല്ല രൂപത്തിൽ നടത്താൻ അത് ആവശ്യമാണ്. ഐ തിങ്ക് ഹോണസ്റ്റ്ലി വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് നടത്തിയിട്ടുള്ളത് എന്നാണ് റഫറി പിനോഡോ പറഞ്ഞത്. ഏതായാലും വലിയ വിവാദമായി വന്നിട്ടുണ്ട്. അന്ന് എംബോളോ പുറത്തായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അർജൻറ്റീന പൊട്ടും. അതുതന്നെയാണ് അപ്പോഴത്തെ അവസ്ഥ. കാരണം ആ രൂപത്തിൽ സ്വിറ്റ്സർലൻഡ് ആധിപത്യം പുലർത്തിക്കൊണ്ട് നിൽക്കവെയാണ് അവരുടെ താരത്തിന് റെഡ് കാർഡ് കൊടുത്തത്. അത് റഫറിയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ അന്ന് അർജൻറ്റീനയെ ജയിപ്പിച്ചത് റഫറിയുടെ മിസ്റ്റേക്കാണ് എന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.